ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ ചാപ്റ്ററാണ്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. UN ജനറൽ അസംബ്ലിയിൽ മലാല നടത്തിയ സ്പീച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. മലാല യൂസഫ്സായിയുടെ ജന്മസ്ഥലം വടക്കൻ പാകിസ്ഥാനിലെ സ്വാറ്റിലാണ്. അവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പടപൊരുതിയ ഒരു കൊച്ചുകുട്ടിയാണ് മലാല യൂസഫ്സായി. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കടക്കാം. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബഹുമാന്യരായ മുതിർന്നവരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. ടുഡേ ഇറ്റ് ഈസ് ആൻ ഓണർ ഫോർ മീ ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. വളരെ കാലത്തിന് ശേഷം വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഇന്ന് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. Being here with such honorable people is a great moment in my life. ശ്രേഷ്ഠരായ നിങ്ങളോടൊപ്പം ഇരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷമാണ്. I don't know where to begin my speech. എൻ്റെ പ്രസംഗം എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know what people would be expecting me to say. എന്നിൽ നിന്ന് എന്ത് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഗോഡ് ഫോർ ഹൂം വി ആർ ആൾ ഈക്വൽ. നമ്മളെല്ലാവരും സമന്മാരായതിൽ ഞാൻ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു ടു എവറി പേഴ്സൺ ഹു ഹാസ് പ്രേഡ് ഫോർ മൈ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ ന്യൂ ലൈഫ്. കൂടാതെ എൻ്റെ പുതുജീവിതത്തിന് വേണ്ടിയും സുഖപ്രാപ്തിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. I cannot believe how much love people have shown me. ആളുകൾ എത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ചു എന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. I have received thousands of good wish cards and gifts from all over the world. ലോകമെമ്പാടും നിന്നും എനിക്ക് ആയിരക്കണക്കിന് ആശംസാ കാർഡുകളും സമ്മാനങ്ങളും ലഭിച്ചിരുന്നു. താങ്ക് യു ടു ഓൾ ഓഫ് ദം. എല്ലാത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Thank you to the children whose innocent words encouraged me. കൊച്ചുകുട്ടികൾ എനിക്ക് തന്ന നിഷ്കളങ്കമായ പ്രോത്സാഹന വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. Thank you to my elders whose prayers strengthened me. എന്നെ ശക്തയാക്കുവാൻ പ്രാർത്ഥിച്ച മുതിർന്നവരോട് ഞാൻ നന്ദി പറയുന്നു. Dear brothers and sisters, do remember one thing. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. മലാല ദിനം എൻ്റെ ദിനമല്ല. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവറി വുമൺ, എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. ഈ ദിനം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ ബാലന്മാരുടെയും ബാലികമാരുടെയും ദിനമാണ്. There are hundreds of human rights activists and social workers. നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ സേവകരുമുണ്ട്. who are not only speaking for human rights but who are struggling to achieve their goals of education, peace and equality. അവർ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സമാധാനത്തിനും സമത്വത്തിനും വേണ്ടി പടപൊരുതുകയും ചെയ്യുന്നു. Thousands of people have been killed by the terrorists and millions have been injured. തീവ്രവാദികളാൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മുറിവേൽക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. I am just one of them. ഞാൻ അതിൽ ഒരാൾ മാത്രം. Dear sisters and brothers, we realize the importance of light when we see darkness. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇരുട്ട് കാണുമ്പോഴാണ് നാം വെളിച്ചത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. We realize the importance of our voice when we are silenced. നാം നിശബ്ദരാക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. In the same way, when we were in Swat, the north of Pakistan, we realized the importance of pens and books when we saw the guns. ഇതുപോലെ തന്നെ വടക്കൻ പാകിസ്ഥാനിലെ സ്വാറ്റിലായിരുന്നപ്പോൾ തോക്കുകൾ കണ്ട് നാം പേനകളുടെയും പുസ്തകങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു.
The wise saying, "The pen is mightier than the sword" was true. പേന വാളിനേക്കാൾ ശക്തമാണ് എന്ന ചൊല്ല് ശരിയായിരുന്നു. The extremists are afraid of books and pens. തീവ്രവാദികൾ പുസ്തകങ്ങളെയും പേനകളെയും ഭയപ്പെടുന്നു. The power of education frightens them. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. The power of the voice of women frightens them. അവർ സ്ത്രീകളുടെ ശബ്ദത്തിൻ്റെ ശക്തിയെ ഭയപ്പെടുന്നു. Honorable Secretary General, peace is necessary for education. ബഹുമാന്യ സെക്രട്ടറി ജനറൽ, വിദ്യാഭ്യാസത്തിന് സമാധാനം ആവശ്യമാണ്. In many parts of the world, terrorism, wars and conflicts stop children from going to schools. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഭീകരവാദം, യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ കുട്ടികളെ സ്കൂളിൽ പോകുന്നത് തടയുന്നു. We are really tired of these wars. സത്യത്തിൽ ഞങ്ങൾ ഈ യുദ്ധങ്ങൾ കൊണ്ട് മടുത്തു. Women and children are suffering in many parts of the world in many ways. സ്ത്രീകളും കുട്ടികളും പലതരത്തിൽ ദുരിതമനുഭവിക്കുന്നു. Many innocent and poor children are victims of child labor. നിഷ്കളങ്കരായ ധാരാളം കുട്ടികൾ ബാലവേലയുടെ ഇരകളാണ്. Young girls have to do domestic child labor and are forced to get married at an early age. പെൺകുട്ടികൾ വീട്ടുജോലികൾ ചെയ്യുന്നതിനും ബാല്യവിവാഹത്തിനും നിർബന്ധിതരാകുന്നു. Poverty, ignorance, injustice, racism and deprivation of basic rights are the main problems faced by both men and women. ദാരിദ്ര്യം, അറിവില്ലായ്മ, അനീതി, വർഗവിവേചനം, അടിസ്ഥാന അവകാശങ്ങളുടെ നിഷേധം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളാണ് സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്നത്. ഡിയർ ഫെലോസ്, പ്രിയപ്പെട്ടവരെ, Today I am focusing on women's rights and girls' education because they are suffering the most. ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. There was a time when women social activists asked men to stand up for their rights. ഒരു കാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ പുരുഷന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽവ്സ്. എന്നാൽ ഇന്ന് നമ്മൾ അത് സ്വയം ചെയ്യും. ഐ ആം നോട്ട് ടെല്ലിംഗ് മെൻ ടു സ്റ്റെപ്പ് എവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വിമൻസ് റൈറ്റ്സ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വിട്ടുനിൽക്കാൻ പുരുഷന്മാരോട് ആവശ്യപ്പെടുകയല്ല. Rather, I am focusing on women to be independent, to fight for themselves. മറിച്ച് സ്ത്രീകൾ സ്വയം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് ഊന്നൽ നൽകുകയാണ്. Dear sisters and brothers, now it's time to speak up. പ്രിയ സഹോദരി സഹോദരന്മാരെ, തുറന്നു പറയുവാൻ സമയമായിരിക്കുന്നു. We call upon the world leaders that all the peace deals must protect women and children's rights. എല്ലാ ലോക നേതാക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സമാധാന നടപടികളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നവയായിരിക്കണം. A deal that goes against the dignity of women and their rights is unacceptable. ഒരു സ്ത്രീയുടെ അന്തസ്സിന് നിരക്കാത്ത ഏത് ഉടമ്പടിയും അസ്വീകാര്യമാണ്. We call upon all governments to ensure free compulsory education for every child all over the world. എല്ലാ ഭരണകർത്താക്കളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. We call upon all governments to fight against terrorism and violence, to protect children from brutality and harm. ഞങ്ങൾ എല്ലാ ഭരണകർത്താക്കളോടും ആവശ്യപ്പെടുകയാണ്, ഭീകരവാദത്തിനും ആക്രമണത്തിനും എതിരായി പോരാടുക, മൃഗീയമായ ഉപദ്രവങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. എല്ലാ വികസിത രാഷ്ട്രങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, വികസ്വര രാഷ്ട്രങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി.
We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion, or gender, to ensure freedom and equality for women so that they can flourish. സ്ത്രീകളുടെ പുരോഗതിക്കായി ജാതി മത വിശ്വാസ ലിംഗഭേദങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള മുൻവിധികൾ ഒഴിവാക്കി സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക. We cannot all succeed when half of us are held back. പകുതി പേരെ പിന്നിലായി പോകുമ്പോൾ നമുക്ക് വിജയം അസാധ്യമാണ്. We call upon our sisters around the world to be brave, to embrace and strength within themselves and realize their full potential. ലോകമെമ്പാടുമുള്ള സഹോദരിമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, തങ്ങളുടെ ശക്തിയെ പുണർന്ന് തങ്ങളിൽ അന്തർലീനമായ കഴിവിനെ തിരിച്ചറിഞ്ഞ് ധീരരായിരിക്കുക. Dear brothers and sisters, we want schools and education for every child's bright future. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. We will continue our journey to our destination of peace and education for everyone. എല്ലാവർക്കും വിദ്യാഭ്യാസവും സമാധാനവും എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. No one can stop us. ആർക്കും നമ്മെ തടയാനാകില്ല. We will speak for our rights and we will bring change through our voice. നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും. നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മളെല്ലാം മാറ്റിമറിക്കും. We must believe in the power and the strength of our words. നമ്മുടെ ശക്തിയിലും കഴിവിലും നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. Our words can change the world. നമ്മുടെ വാക്കുകൾ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. Because we are all together united for the cause of education. കാരണം വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഒന്നാവുകയാണ്. And if we want to achieve our goal, then let us empower ourselves with the weapons of knowledge and let us shield ourselves with the unity and togetherness. വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഒന്നാവുകയാണ്. അതിനുവേണ്ടി അറിവെന്ന ആയുധം നാം ശക്തമാക്കണം. കൂടാതെ ഐക്യവും കൂട്ടായ്മയും നമ്മുടെ സംരക്ഷിത കവചമായിരിക്കണം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യം, അനീതി, അജ്ഞത ഇവയാൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന കാര്യം നാം മറക്കരുത്. We must not forget that millions of children are out of schools. ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന കാര്യവും നാം മറക്കരുത്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മുടെ സഹോദരി സഹോദരന്മാർ ശോഭനവും സമാധാനവുമായ നല്ലൊരു ഭാവിക്കായി കാത്തിരിക്കുന്നു എന്ന കാര്യവും മറക്കരുത്. So let us wage a global struggle against illiteracy, poverty and terrorism. അതുകൊണ്ട് നിരക്ഷരത, ദാരിദ്ര്യം, ഭീകരവാദം എന്നിവയ്ക്കെതിരെ ആഗോള സമരം ചെയ്യാം. ആൻഡ് ലെറ്റ് us pick up our books and pens. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പേനയും എടുക്കാം. They are our most powerful weapons. അവയാണ് നമ്മുടെ ശക്തമായ ആയുധങ്ങൾ. One child, one teacher, one pen and one book can change the world. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, പിന്നെ ഒരു പുസ്തകം. ഇവയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. വിദ്യാഭ്യാസമാണ് ഏക പരിഹാരം. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. ആദ്യം വിദ്യാഭ്യാസം. മലാലയുടെ സ്പീച്ച് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഇത് 10 പ്രാവശ്യം വായിച്ചു പഠിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.